ഹലോ, നമസ്കാരം. ടിപ്സിൽ കുറേ നാളായിട്ട് ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല. കുറച്ച് യാത്രയിലായിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോൾ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. അപ്പോൾ ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ വീണ്ടും ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മൈക്രോസോഫ്റ്റ് വേഡ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടത്. അപ്പോൾ ഇതുവരെയും മൈക്രോസോഫ്റ്റ് വേഡൊക്കെ എടുത്ത് നമ്മൾ ഓരോന്നോരോന്നൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അതിനെക്കുറിച്ച് മുഴുവനുള്ള അറിവുകൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് വേഡ് നമ്മൾ സിസ്റ്റത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം, ഇപ്പം ഞാനിപ്പോൾ ഇതിൽ വേഡ് 2007 ഞാനിതിൽ യൂസ് ചെയ്യണത്. കാരണം പഠിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പം 2007. ഇപ്പോൾ 2021 ആയിട്ടുണ്ട്, 2021 വരെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് ഫങ്ഷൻസ് മാത്രം കൂടിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെ ആയിരിക്കും. വലിയ വ്യത്യാസമൊന്നും ഒറ്റനോട്ടത്തിൽ നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ ഇൻ്റർഫേസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേഡ് നമ്മളിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെയൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാമായതാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ മൈക്രോസോഫ്റ്റ് വേഡ് നമ്മൾ സ്റ്റാർട്ടിൽ പോയിട്ട് ഇവിടെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് നമ്മളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. മൈക്രോസോഫ്റ്റ് ഓഫീസ്, ഇതിൽ നമ്മൾ വേഡ് ഡബിൾ ക്ലിക്ക് അടിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിൽ വേഡ് കാണാം. ഇതിൽ വേഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ പേജായിട്ട് വരാം. പിന്നുള്ളത് നമ്മൾക്കിവിടെ ഡെസ്ക്ടോപ്പിൽ റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് വ്യൂ ഇവിടെ ന്യൂ എന്ന് കാണാം. ഈ ന്യൂ കണ്ടിട്ട് ഇത് കണ്ടില്ല, ഇവിടെ ന്യൂവിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂവിൻ്റെ നേരെ ഏരോവിൻ്റെ അടിയിൽ മൈക്രോസോഫ്റ്റ് വേഡ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഒരു ഷോർട്ട് കട്ട് നടക്കും. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പിന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിൽ പോയിട്ട് നേരത്തെ ചെയ്തിട്ട് തന്നെ ഓഫീസ് എടുത്തിട്ട് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് റൈറ്റ് ബട്ടൺ അടിക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ മോർ എടുത്തിട്ട് പിൻ ടു ടാസ്ക് ബാർ, ഞാനിവിടെ ഓൾറെഡി ചെയ്തതിൻ്റെ പേരിലാണ് അടുത്തത് അൺപിൻ എന്ന് വരാം. കണ്ട, പിൻ ടു ടാസ്ക് ബാർ. അപ്പോൾ നമുക്കിവിടെ ടാസ്ക് ബാറിൽ ഇവിടെ ഒന്ന് കിടക്കണ്ടാവും. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിന് ചെയ്യാവുന്ന 2 പണി വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് റൈറ്റ് ബട്ടൺ അടിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പിൻ ടു ടാസ്ക് ബാർ. ഇപ്പോൾ പിൻ ടു ടാസ്ക് ബാർ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് മൈക്രോസോഫ്റ്റ് വേഡിൻ്റെ പേജാണിത്. ഇതിൽ നമ്മൾ ഇപ്പോൾ ഈ വൈറ്റായിട്ട് കിടക്കുന്നതാണ് നമ്മുടെ വർക്ക് ഏരിയ എന്നും പറയും, പേജ് എന്നും പറയും. ഇതിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും മുകളിലൂടെ കാണാം ഡോക്യുമെൻ്റ് 1 മൈക്രോസോഫ്റ്റ് വേഡ്. ഇതിങ്ങനെ ഒരു മുകളിൽ ഒരു പട്ടി കാണാം. ഇതിനെ നമ്മൾ ടൈറ്റിൽ ബാർ എന്നാണ് വിളിക്കുക. ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഇത് കണ്ടില്ലേ, ഡ്രാഗ് ചെയ്താകുന്ന പോലെ ഈ ബാറിന് നമ്മൾ ടൈറ്റിൽ ബാർ എന്നാണ് വിളിക്കുക. ടൈറ്റിൽ ബാറിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മിനിമൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ചെറുതാക്കാം. പിന്നുള്ളത് മാക്സിമൈസ് അല്ലെങ്കിൽ റീസ്റ്റോർ എന്നും പറയും. മാക്സിമൈസ് എന്ന് വെച്ചാൽ വലുതാക്കുക, അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യുക, അതാണ് തന്നെ. പിന്നെ ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇത് ഓഫായി പോകും. അതുപോലെ തന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കി ഒരു റൗണ്ടിൽ ഒരു ചിഹ്നം കാണാം. അതിന് MS ഓഫീസ്, ഇതിനെ പറയണത് ഓഫീസ് ബട്ടൺ എന്നാണ്. അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ബട്ടൺ എന്നാണ് പറയുന്നത്. MS ഓഫീസ് ബട്ടൺ എന്ന് പറയുക. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫംഗ്ഷൻ കിട്ടും. അത് നമ്മൾ സാവധാനം പറഞ്ഞുതരാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെയുള്ള ഒരുപാട് ബട്ടണുകൾ കിട്ടും. അത് നമുക്ക് പിന്നെ പറഞ്ഞുതരാം. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് ക്വിക്ക് ആക്സസ്
ചെയ്യാനുള്ള ആണ് ക്വിക്ക് ആക്സസ് ടൂൾസ് എന്ന് ഇതിനെ പറയാം. അതായത് ഫസ്റ്റ് കാണുന്നത് അതിന് നമ്മൾ സേവ്, അതായത് എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നൊന്ന് അൺഡു, പിന്നെ റീഡോ, പിന്നുള്ളത് ന്യൂ പേജ് ഓപ്പൺ ചെയ്യാനുള്ളത്, സേവ് ചെയ്യാനുള്ളത്, ഇമെയിൽ, അങ്ങനെയുള്ളൊരു ഇതാണ്. അത് ക്വിക്ക് ആക്സസ് ആണ്. ഇതൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാവുന്ന. പിന്നെ അതിൻ്റെ അടിയിൽ കാണുന്ന ഒരു ബ്ലൂ കളറിൽ ഒരു ബാർ കാണാം. ഇതിനെ നമ്മൾ മെനു ബാർ എന്നാണ് പറയുക. ഇതിനെ നമ്മൾ മെനു ബാർ എന്ന് പറയും. മെനു ബാറിൽ നമുക്ക് ഹോം, ഇൻസെർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ്, റിവ്യൂ, വ്യൂ അങ്ങനെ പറഞ്ഞു കിടക്കണം. അപ്പോൾ ഇതിനെ പറയണത് ഇതിനെ റിബൺ എന്ന് പറയാം. റിബൺ, ഈ റിബണിലുള്ള ഇതാണ് മെനു ബാറുകൾ. അതിൻ്റെ ഈ മെനു ബാറിൽ ഇതിനും അതായത് ഓരോ ബട്ടണുണ്ട്. ഇത് ഹോം, ഇൻസെർട്ട്, ഇതിൻ്റെ ഒക്കെ ഓരോ സബ് നമുക്കുള്ള വർക്കിംഗ് ടൂളുകളാണ് ഇതൊക്കെ കിടക്കുന്നത്. ഓരോന്നിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും അതിൻ്റേതായ വർക്കിംഗ് ടൂളുകൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. മെയിലിംഗ്, റിവ്യൂ ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ വർക്ക് പേജ് അല്ലെങ്കിൽ വർക്ക് ഏരിയ എന്ന് പറയും നമ്മൾ. ഈ വർക്ക് ഏരിയയിൽ ഈ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വര, ബ്ലാക്ക് വര, ഇതിനെ നമ്മൾ കർസർ എന്ന് പറയും. ഈ കർസർ ഇത് കൂടാണ്ട് നമ്മൾ നോക്കിയാൽ ഈ അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഐ പോലെയുള്ളത്. ഈ ഐ പോലെയുള്ള ഈ സാധനത്തിന് നമ്മൾ മൗസ് പോയിൻ്റർ എന്ന് പറയും. മൗസ് പോയിൻ്റ്, ഈ മൗസ് പോയിൻറ്റും കർസർ. അപ്പം ഇതാണ് നമ്മൾ. പിന്നുള്ളത് നമ്മൾക്ക് ഇവിടെ നോക്കി, ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ഇത് നമ്മൾക്ക് താഴേക്കും മുകളിലേക്കൊക്കെ ആക്കാമെന്ന് വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ഉള്ള ഒരു ടൂളാണിത്. നമ്മൾക്കിപ്പോൾ മുകളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ ടൈപ്പ് ചെയ്യുമ്പോൾ മുകളിലുള്ളത് കാണാമെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ ക്ലിയർ ചെയ്ത്, അതായത് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. പിന്നുള്ളത് ഇത് ഇവിടെ റൈറ്റ് സൈഡിൽ അടിഭാഗത്ത് കാണാം. ഇതിനെ സൂം ഇൻ ഔട്ടാണത്. അത് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഈ മൈനസിൻ്റെ അവിടേക്ക് കൊണ്ടുവരുമ്പോൾ സൂം ഇൻ, ഇത് വലുതാക്കാനും ചെറുതാക്കാനായിട്ടുള്ളതാണ് നമുക്കിതിന്. ഈ ഒരു ടൂള് സ്ക്രോൾ ബാർ എന്ന് പറയും ഇതിന്. ഇതിപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ 100% കറക്റ്റ് വർക്ക് ഏരിയ ആയിരിക്കും. നമ്മുടെ വർക്ക് ഏരിയ കറക്റ്റ് 100%ലാണ് ഇപ്പോൾ കിടക്കുന്നത്. പിന്നെ ഉള്ളത് ഇതിനെ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നമുക്ക് മാറ്റാനൊക്കെ പറ്റും. അപ്പോൾ അതാണ് അടുത്തത്. പിന്നെ താഴെ കാണുന്ന ഇതിവിടെ കാണാം, ഇതിവിടെ പേജ് 1. ഈ പേജ് 1 കേട്ടോ. ഇപ്പോൾ പേജ് 1. പിന്നെ വേർഡ്സ് എന്നും പറഞ്ഞിട്ട് 0 കിടക്കണതാണ്. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഇപ്പോൾ വേർഡ്സ് എന്നുള്ളിടത്ത് ഇപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ ടൈപ്പ് ചെയ്തു, എൻ്റെ പേര് ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ അതെ വേർഡ്സ് 1 എന്നും പറഞ്ഞ് ഇവിടെ വന്നു ഇപ്പോൾ അത് വേർഡ്സ് 3, അത് ഇംഗ്ലീഷ് ഇങ്ങനെ കാണാം പേജ് 1 വേർഡ്സ് ഇംഗ്ലീഷ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിലിങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ പേര് സ്റ്റാറ്റസ് ബാർ എന്നാണ്. ഈ ബാറിൻ്റെ പേരാണ് സ്റ്റാറ്റസ് ബാർ. ഈ സ്റ്റാറ്റസ് ബാറിൽ പിന്നെ ഇവിടെ ഉള്ളത് നമുക്ക് പ്രിൻ്റ് ലേഔട്ട്, ഫുൾ സ്ക്രീൻ റീഡിങ്, വെബ് ലേഔട്ട്, ഔട്ട്ലൈൻ, ഡ്രാഫ്റ്റ്, ഇതൊക്കെ നമുക്ക് ഇവിടെയും കിട്ടും. ഇൻസെർട്ട്, പേജ് ലേഔട്ട്, ഇതിലൊക്കെ നമുക്ക് ഇവിടെ നിന്നും മുകളിൽ നിന്നും നമുക്കിതിനെ കിട്ടും. അപ്പോൾ ഇതാണ് മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഒരു
ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമുക്ക് അതായത് ഈ ടൂളുകളൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾക്ക് ഇതുകൊണ്ട് നമുക്കുള്ള ഉപയോഗങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെൻ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇതുകൂടാണ്ട് ഈ നോട്ടീസുകൾ, പിന്നെ ഓരോരോ ഡിസൈനുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് ലെറ്ററുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വേർഡ് വഴി ഉണ്ടാക്കാൻ പറ്റും. ടൈപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് സി വി ഉണ്ടാക്കണമെങ്കിൽ സി വി ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഒരു ഗുണങ്ങൾ. അപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് എൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്. ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി നാളെ ഇതിൻ്റെ ബാക്കി നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.